ജപ്പാനിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ടീരിയ അപകടമാണോ? നമ്മളിത് നോക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് 9.0 സ്വാഗതം. STSS എന്നാണ് ജപ്പാനിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ടീരിയയുടെ പേര്. യഥാർത്ഥത്തിൽ ഇത് അപകടകാരിയാണോ എന്ന് നോക്കുകയാണെങ്കിൽ വലുതായിട്ടൊന്നും നമ്മളിതിനെ ഭയക്കേണ്ട ആവശ്യകതയില്ല. പക്ഷേ ജാഗ്രത അത് വേണമെന്നത് സത്യമാണ്. അത് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് STSS എന്ന ഈ ബാക്ടീരിയ തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നക്കാരനല്ല. എന്നാൽ വൈകും തോറും വളരെ വലിയ പ്രശ്നമായി തന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. ഇനി എന്താണിത് വരാനുള്ള കാരണമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. മുറിവുകൾ സംഭവിക്കുമ്പോൾ ആ മുറിവുകളിലൂടെ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുറിവുകൾ സംഭവിക്കുന്ന സമയത്ത് ആ മുറിവുകളെ നിങ്ങൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതായത് നല്ല രീതിയിൽ വൃത്തിയാക്കണം. അങ്ങനെ നമുക്ക് ആ രോഗത്തെ തടയാൻ സാധിക്കും. പിന്നെ കൊറോണ വൈറസ് ബാധിച്ച സമയത്ത് നമ്മൾ മാസ്ക് ഇട്ടിരുന്നു, നമ്മൾ കൈകൾ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. അതേപോലെ എപ്പോഴും നല്ല രീതിയിൽ സോപ്പിട്ട് കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക. എപ്പോഴും ഒന്നും കൈകൾ മുഖത്ത് തൊടാതെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ട, പക്ഷേ ജാഗ്രത അത് ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ജാഗ്രത പുലർത്തുക. അപ്പോൾ നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Hey there. Subscribe to my channel. And also press this bell icon.